ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ഹബീബായ തങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു സയൻസ് ഒക്കെ രൂപപ്പെടും അല്ലേ? ഹബീബായ തങ്ങളാണ് പറയുന്നത്, നിങ്ങൾ ഈച്ചച്ചിറകിൽ ഔഷധം എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഗ്ലാസ്സിൽ അല്ലേ, ഒരു ചായയുടെ ഗ്ലാസ്സിൽ ഒരു ഈച്ച വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഈച്ചയെ ഏത് ചിറകാണോ അതിലെ മുങ്ങിയിട്ടുള്ളത് അടുത്ത ചിറക് കൂടെ അതിനെ മുക്കുക എന്ന് പറയുന്നുണ്ട്. ആ ഈച്ചയുടെ ചിറകില് 2 രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ ആ ഒരു ചിറകില് അതിൽ വിഷമുണ്ട്, മറ്റേ ചിറകില് ആ ചിറകിലെ വിഷമുള്ളതിനെ നിർവീര്യമാക്കാനുള്ള മരുന്നുകൂടെ ആ ഈച്ചയുടെ അപ്പുറത്തെ ചിറകിലുണ്ട്. അത് ഈ അടുത്ത് തൊട്ട് മുമ്പ് സയന്റിസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് അവിടെയാണ് പ്രസക്തമാകുന്നത്. എത്രയോ കാലത്തിന് മുമ്പ് സഞ്ചരിച്ച വാക്കുകളാണ്. ഇപ്പോഴും അതിന് ഒരുപാട് മഹത്വവും വാല്യൂവും ഉണ്ട്. ഇപ്പോഴും സയൻസ് ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല അല്ലേ? എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു,